ഹീമോഫീലിയ രോഗികൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നിന് കൊല്ലം ജില്ലയിൽ നിയന്ത്രണമെന്ന് വ്യാപക പരാതി. ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രമേ മരുന്ന് നൽകൂവെന്ന് താലൂക്ക് ആശുപത്രി അധികൃതർ. മരുന്ന് ആവശ്യപ്പെട്ട രോഗികൾ വന്നാൽ ഏതു നിമിഷവും നൽകണമെന്നിരിക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടി. മരുന്ന് ക്ഷാമം മൂലമാണ് നിയന്ത്രണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്ന വീഡിയോ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. എമർജൻസിക്കുള്ള മരുന്നുള്ളൂ. ഹീമോഫീലിയ എന്ന് പറയുന്ന മൊത്തം എമർജൻസി. അതാണ് പഠിച്ചില്ല, അതാണ് അറിഞ്ഞൂടെ? അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ സപ്ലൈ അറിയാലോ. ഞാൻ അതുകൊണ്ട് സാറിന് കുറ്റം പറയുന്നതല്ല, അറിയാം. അപ്പൊ നമുക്ക് കിട്ടിയ നിർദ്ദേശം വെച്ച് എനിക്ക് എമർജൻസിക്ക് ഉള്ളത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ശരി ശരി ശരി. അത്ര പറഞ്ഞാൽ മതി. ഹീമോഫീലിയ രോഗത്തിന് മരുന്ന് തേടിയെത്തുന്ന രോഗികളോടാണ് ഡ്യൂട്ടി ഡോക്ടർമാരുടെ നിർദ്ദേശം. ഏത് അടിയന്തര സാഹചര്യത്തിലും മരുന്നുറപ്പാക്കണമെന്നിരിക്കെ ഫിസിഷ്യനെ കണ്ടതിന് ശേഷം മാത്രമേ മരുന്ന് നൽകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമുക്ക് ഫിസിഷ്യൻ ഒന്ന് കാണിച്ചിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ട് അല്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് സാറാ മരുന്ന് എഴുതി തരുന്നത്. എനിക്ക് ബ്ലീഡ് ഉള്ളപ്പോൾ വരുമ്പോൾ മരുന്ന് എഴുതി തരുന്നത് ഇതെല്ലാം എഴുതി തന്ന മരുന്നാണ്. അപ്പൊ ഇന്ന് എന്തുകൊണ്ട് ഫിസിഷ്യനെ കാണണമെന്ന് സാറെന്ന് പറഞ്ഞു? ഈ ഹീമോഫീലിയക്കാരെ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലീഡ് വരുമ്പോഴത്തേക്ക് മരുന്ന് മേടിക്കുക ചെയ്യുന്നത്. മരുന്ന് നൽകുന്നത് അത്യന്തം രോഗം മൂർച്ഛിച്ചവർക്ക് മാത്രമാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് തങ്ങൾക്കുണ്ടാക്കുന്നതെന്ന് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ ഞാൻ താലൂക്ക് ആശുപത്രി ചെന്നപ്പോൾ ഡ്യൂട്ടിയിലിരുന്ന അത്യാഹിതത്തിലിരുന്ന ഡോക്ടർ എന്നെ ഫിസിഷ്യന്റെ അടുത്തോട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. ഫിസിഷ്യന്റെ അടുത്തെന്ന് പറയുമ്പോൾ വേറുള്ള രോഗികൾ ക്യൂ നിൽക്കുന്നത് പോലെ നമുക്ക് ക്യൂ നിൽക്കാൻ കഴിയുകയോ പറ്റാത്ത ഒരവസ്ഥയാണ്. അവിടുന്ന് ഇനി ഇതിനു മുമ്പ് വരെയും ഫിസിഷ്യനെ കാണണ്ട, നമ്മൾ അത്യാഹിതത്തിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ബ്ലീഡിങ് നോക്കിയിട്ട് മരുന്ന് കുറിക്കുക, നമ്മൾ പോയി മരുന്നെടുത്ത് വീട്ടിൽ വേഗം വരികയാണ് ചെയ്യുന്നത്. ഹീമോഫീലിയ രോഗികൾക്കുള്ള മരുന്ന് ഏത് അടിയന്തര സാഹചര്യത്തിലും ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഹീമോഫീലിയ എ മൂലം ക്ലേശിക്കുന്നവർക്ക് ഫാക്ടർ 8 കിട്ടണം. ഹീമോഫീലിയ ബി മൂലം ക്ലേശിക്കുന്നവർക്ക് ഫാക്ടർ 9 കിട്ടണം. കൂടാതെ ഇപ്പോൾ കുട്ടികൾക്ക് നൽകുന്ന മുൻകരുതൽ ചികിത്സ അഥവാ പ്രോഫൈലാക്സിസ് ചികിത്സയ്ക്ക് ഈ ഫാക്ടറുകൾ കൂടാതെ ചിലർക്ക് ഇമിസിസുമാബ് എന്ന ഒരു മോണോക്ലോണൽ ആന്റിബോഡി ഔഷധവും കൂടി ലഭ്യമാക്കേണ്ടതാണ്. ഇവയ്ക്ക് ക്ഷാമം നേരിട്ടാൽ രോഗികൾക്ക് അംഗവൈകല്യം സംഭവിക്കാം, മസ്തിഷ്കത്തിലൊക്കെ രക്തസ്രാവം ഉണ്ടായാൽ മരണം സംഭവിക്കാം. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ജീവൻ രക്ഷാ ഔഷധങ്ങൾ താലൂക്ക് തലങ്ങളിലെങ്കിലും ആവശ്യക്കാർക്ക് ഉടൻ ലഭ്യമാക്കണം. മരുന്ന് ക്ഷാമത്തിന് കൃത്യമായ ഉത്തരം നൽകുവാൻ DMOയ്ക്കും സാധിക്കുന്നില്ല. നിലവിൽ അടിയന്തര രോഗികൾക്ക് നൽകുവാൻ മാത്രം കരുതൽ ഡോസുകൾ ആശുപത്രിയിൽ എത്തിച്ച് മരുന്ന് ക്ഷാമമില്ല എന്ന് വരുത്തി തീർക്കാനാണ് ആരോഗ്യവകുപ്പ് അധികൃതരും ശ്രമിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം.